നാരങ്ങ ജ്യൂസ് എടുത്ത ശേഷം അതിൻ്റെ തോട് കളയാതെ സൂക്ഷിച്ചാൽ നല്ല നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. ഞാനിവിടെ 1/2 കിലോ നാരങ്ങയുടെ ജ്യൂസ് എടുത്ത ശേഷം ആ തോട് കൊണ്ടാണ് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. ആദ്യം ഇതിനെ 4ആയി കട്ട് ചെയ്ത് സീഡ്സൊക്കെ മാറ്റി കളയണം. ഇനി ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇഡ്ഡലി പാത്രത്തിലോ സ്റ്റീമറിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. ഞാനിവിടെ ഇലക്ട്രിക് സ്റ്റീമറാണ് ഉപയോഗിക്കുന്നത്. സ്റ്റീം ചെയ്യുമ്പോൾ എപ്പോഴും വെള്ളം തിളച്ച ശേഷം വേണം ഇത് വയ്ക്കാൻ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സമയം അറിയാൻ പറ്റും. സ്റ്റീമറിൽ കുറച്ച് വെള്ളം എടുത്തു, അത് തിളച്ച ശേഷം നമ്മൾ നാരങ്ങത്തോടെ അതിലേക്ക് വെക്കുകയാണ്. 25-30 മിനിറ്റ് വേണ്ടി വരും നന്നായി വേകാൻ. ഇപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ ആയി കാണും. നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇതിന് നല്ലൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് മാറ്റണം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ 2 നുള്ളു കായപ്പൊടിയും 2 നുള്ളു ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് ഈ 2 നുള്ളെന്ന് ഉദ്ദേശിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ വിനിഗറും കൂടി ഒഴിക്കുക. പുളിപ്പ് പൊതുവേ കുറവായിരിക്കുമേ. വേണമെങ്കിൽ 2 നാരങ്ങയുടെ ജ്യൂസ് കൂടെ ഈ വിനിഗറിൻ്റെ കൂടെ അങ്ങ് ചേർത്താലും മതി. അത് ഓപ്ഷനിലാണ്. ഉപ്പൊക്കെ ഒന്ന് നോക്കുക. അപ്പം നേരത്തെ ഉപ്പ് കുറവായിരുന്നേ, ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിനെ ഒരു 10-12 മണിക്കൂർ ഒന്ന് അടച്ചു വയ്ക്കണേ. തണുത്ത ശേഷം അടയ്ക്കാവൂ. ഇനി അല്പം കൂടി കൂടുതൽ സമയം ഇരുന്നെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ചീത്തായി ഒന്നും പോകത്തില്ല. അടുത്ത ദിവസം സ്റ്റൗ കത്തിച്ച് ഒരു ചെറിയ പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുകയാണ്. നല്ലെണ്ണ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. ആ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം 2 മുളകൊന്ന് കീറിയിടുക. പിന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയാണ് ഞാൻ ഇടുന്നത്. ഞാൻ വെളുത്തുള്ളി പൊടിച്ചതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. താഴെ കാണുന്ന പ്ലേ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ താല്പര്യമുള്ളവർക്ക് കാണാം. വെളുത്തുള്ളി പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധിക സമയം എണ്ണയിൽ കിടക്കരുത്, അതങ്ങ് കരിഞ്ഞു പോകും. ഇപ്പോൾ വെളുത്തുള്ളി പൊടി അഥവാ നിങ്ങളുടെ കയ്യിലില്ല, ഇനി പൊടിക്കണം അങ്ങനെയുണ്ടെങ്കിൽ കുറച്ച് ഒരു ടീസ്പൂണിന് ഒരു 10-15 വെളുത്തുള്ളി അല്ലി ഒന്ന് കടുക് വറുക്കുന്ന സമയത്ത് അതിലിട്ടൊന്ന് ചതച്ച് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇട്ടാൽ മതി. ഇനി ഈ കടുക് വറുത്തതിനെ നമ്മൾ നാരങ്ങയിലേക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ, എന്തെങ്കിലും കുറവുണ്ടോ എന്ന്. ഒക്കെ കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഇടുക. നല്ല ടേസ്റ്റുള്ള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള കുപ്പികളിൽ സൂക്ഷിക്കണേ. കുപ്പികളിൽ നിറയ്ക്കുമ്പോൾ ഒരു 3/4 ഭാഗമേ നിറയ്ക്കാവുള്ളൂ. നമുക്കിത് ഇടയ്ക്ക് ഒന്ന് കുലുക്കി കൊടുക്കേണ്ടതുണ്ട്. 3-ാമത്തെ ദിവസം ഈ കുപ്പികളിലേക്ക് ഇത് തുറന്ന് ഓരോ ടേബിൾ സ്പൂൺ വിനിഗർ കൂടി ചേർക്കുക. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് കുലുക്കി മിക്സ് ചെയ്ത് വെക്കുക. പുറത്തിരിക്കുമ്പോൾ നമ്മൾ 2 ദിവസത്തിലൊരിക്കൽ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി. വളരെയധികം ഔഷധ ഗുണമുള്ള നാരങ്ങയുടെ തോടും നമുക്ക് ഇതുപോലെ പ്രയോജനപ്പെടുത്താം. അപ്പോഴപ്പോൾ കിട്ടുന്ന നാരങ്ങത്തോട് അല്പം ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇതുപോലെ അച്ചാറുണ്ടാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുതേ. താങ്ക് യു.